എറണാകുളം കോതമംഗലത്തെ 23-കാരി ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ കൂടുതൽ പേരെ പ്രതി ചേർത്ത് അന്വേഷണ സംഘം. ഒന്നാം പ്രതി റമീസിന്റെ പിതാവ് റഹീം, മാതാവ് ഷെരീഫ് എന്നിവരെ 2-3 പ്രതികളായും റമീസിന്റെ സുഹൃത്ത് സഹദിനെ 4-ാം പ്രതിയായും ഉൾപ്പെടുത്തിയാണ് പ്രതിപട്ടിക പുതുക്കിയത്. സംഭവത്തിൽ സ്വമേധയാ കേസെടുത്ത വനിതാ കമ്മീഷൻ പോലീസിനോട് റിപ്പോർട്ട് തേടി. നടന്നത് ദാരുണമായ സംഭവമെന്ന് വനിതാ കമ്മീഷൻ അധ്യക്ഷ പി സതീദേവി പറഞ്ഞു. ഇത്തരത്തിലുള്ള സംഭവങ്ങൾ മാധ്യമങ്ങളിലൂടെ മനസ്സിലാക്കുമ്പോൾ സുവമോട്ടോ കേസെടുക്കുകയാണ് ചെയ്യുന്നത്. മരണം സംഭവിച്ചു ഒരു വളരെ ദുരൂഹ സാഹചര്യത്തിൽ സൂയിസൈഡ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടക്കുമ്പോൾ അത് മീഡിയയിലൂടെ ആ റിപ്പോർട്ട് കേൾക്കുമ്പോൾ അതിലുള്ള ദുരൂഹത എന്താണ്, അല്ലെങ്കിൽ ഏത് സാഹചര്യത്തിലാണ് മരണപ്പെടാൻ ഇടയായിട്ടുള്ളത് എന്നതിനെ സംബന്ധിച്ച് സുവമോട്ടോ കേസ് രജിസ്റ്റർ ചെയ്തുകൊണ്ട് പോലീസിനോട് അടിയന്തര ഇടപെടൽ നടത്താനാണ് നിർദ്ദേശിക്കാറുള്ളത്. ലാൽകൃഷ്ണൻ വിവരങ്ങളുമായി ഇപ്പോൾ ചേരുന്നുണ്ട്. ലാലി, റമീസിന്റെ മാതാപിതാക്കളൊപ്പം സുഹൃത്തും ഇപ്പോൾ പ്രതിയായിരിക്കുകയാണല്ലോ. ഏതൊക്കെ വകുപ്പുകളാണ് ഇവർക്കെതിരെ ചുമത്തിയിരിക്കുന്നത്? മറ്റു വിവരങ്ങളും ലാൽ. റമീസിന്റെ കസ്റ്റഡിയിലെടുത്ത വിശദമായ ചോദ്യം ചെയ്യലിനും തെളിവെടുപ്പിനുമുള്ള നീക്കങ്ങൾ നടത്തുന്നതിനിടയിലാണ് പ്രതിപട്ടിക പുതുക്കിക്കൊണ്ട് അന്വേഷണ സംഘം മുന്നോട്ട് പോകുന്നത്. ഇതിനകത്ത് റമീസിന്റെ മാതാവിനെയും പിതാവിനെയും ഒപ്പം സുഹൃത്തിനെയുമാണ് പ്രതിയെടുത്തിരിക്കുന്നത്. ഇവരുടെ 3 പേരുടെയും പേരുകൾ പെൺകുട്ടി തൻ്റെ ആത്മഹത്യാ കുറിപ്പിലും എഴുതിയിരുന്നു. ഈ നിർബന്ധിച്ച് മതം പരിവർത്തനം നടത്തണം എന്ന ആവശ്യം ഉന്നയിക്കുന്നതിനിടയിൽ പെൺകുട്ടിയെ മാനസികമായ സമ്മർദ്ദത്തിലാക്കി, അതുവഴി ആത്മഹത്യക്ക് പ്രേരണ നൽകി, സമ്മർദ്ദം ചെലുത്തി എന്നുള്ള കാര്യങ്ങളൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് മാതാവിനും പിതാവിനുമെതിരെ കുറ്റം ചുമത്തിയിരിക്കുന്നത്. ഇങ്ങനെ ഒരു ക്രൈം നടക്കാൻ പോകുന്നു എന്ന് ബോധ്യപ്പെട്ടിട്ടും, അല്ലെങ്കിൽ ഇത്തരം ഒരു ദാരുണമായ സംഭവം നടക്കാൻ പോകുന്നു എന്ന് അറിഞ്ഞിട്ടും മനസ്സിലാക്കിയിട്ടും ഇവരെ പിന്തിരിപ്പിക്കാൻ തയ്യാറായില്ല എന്നുള്ളതാണ് സഹദിന് മേലിൽ ആരോപിക്കപ്പെട്ടിരിക്കുന്ന കുറ്റം. ഇത് ഈ വകുപ്പുകൾ പ്രകാരമാണ്, അതായത് ആത്മഹത്യാ പ്രേരണ അടക്കമുള്ള കുറ്റങ്ങൾ പ്രകാരമാണ് നിലവിൽ ഇവരെ 3 പേരെയും 2, 3, 4 പ്രതികളായി ചേർത്തിട്ടുള്ളത്. സഹദിനെ നിലവിൽ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തതിന് ശേഷം അറസ്റ്റിലേക്ക് കടക്കാം എന്നുള്ളതാണ് പോലീസിന്റെ തീരുമാനം. അതേസമയം റമീസിന്റെ മാതാപിതാക്കൾ ഇപ്പോഴും ഒളിവിലാണ്. ആദ്യഘട്ടത്തിൽ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് റമീസിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തപ്പോൾ തന്നെ ഇവർ ഒളിവിൽ പോയിരുന്നു എന്ന വാർത്ത നമുക്ക് കിട്ടിയിരുന്നു. പിന്നീട് ബിനാനിപുരം CI അടക്കം ഉൾപ്പെടുത്തിക്കൊണ്ട് പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ച് അന്വേഷണം മുന്നോട്ട് പോകുന്നതിനിടയിൽ ഇവരെ ട്രേസ് ഔട്ട് ചെയ്തിട്ടുണ്ട് എന്ന് പോലീസ് പറയുന്നുണ്ടെങ്കിൽ പോലും ഇവരെക്കുറിച്ച് കൃത്യമായ വിവരങ്ങളൊന്നും ഇതുവരെ പോലീസ് പുറത്തുവിട്ടിട്ടില്ല. നിരീക്ഷണത്തിൽ തന്നെ തുടരുന്നുണ്ട് എന്നുള്ള കാര്യമാണ് അറിയുന്നത്. ഇതോടൊപ്പം മറ്റ് പല വകുപ്പുകൾ കൂടി ചുമത്തുന്നതിനെ കുറിച്ച് ആലോചിക്കുന്നുണ്ട്. അത് പ്രധാനമായിട്ടും റമീസിനെതിരെ തന്നെയാണ്. കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിലവിലുള്ള ഡിജിറ്റൽ എവിഡൻസുകൾക്ക് പുറമെ പെൺകുട്ടിയുടെ ഫോണിൽ നിന്ന് കിട്ടുന്ന ശാസ്ത്രീയ തെളിവുകൾ, ചിത്രങ്ങൾ, അതോടൊപ്പം ചാറ്റുകൾ എന്നിവ പരിശോധിച്ച് മറ്റേതെല്ലാം ആളുകൾക്ക് ഏതെല്ലാം തരത്തിൽ ഈ സംഭവവുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് എന്ന കാര്യം കൂടി പരിശോധിച്ചായിരിക്കും പ്രതിപട്ടിക പുതുക്കുക. ശരി, ഇപ്പോൾ ലാൽകൃഷ്ണനാണ് തൊടുപുഴയിൽ നിന്ന് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.